ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പഞ്ചസാരയിലൊക്കെ ഉറുമ്പരിക്കാതിരിക്കാൻ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു ടിപ്പാണ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കലല്ലേ. അപ്പോൾ ചിലപ്പോൾ ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉറുമ്പ് ഉണ്ടെങ്കിലും അതുപോലെ ചെള്ളൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചു പോവില്ല, അതങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഗ്രാമ്പ് വരാതിരിക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് വലിയ കാര്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതിന് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്പും കൂടി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒരു സ്പൂണ് മൂടിയിൽ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ പഞ്ചസാരയിൽ ഒരല്പം പോലും പഞ്ചസാരയിലേക്ക് കളഞ്ഞു പോവാതെ ജസ്റ്റ് പഞ്ചസാരയുടെ ആ ഒരു സെൻറ്ററിലായിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. അഥവാ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ആ വിനാഗിരിയുടെ ഒരു സ്മെല്ല് നമ്മുടെ പഞ്ചസാരയിലാകട്ടെ ഇനി അരിയിലാകട്ടെ നമുക്ക് ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് കിട്ടിക്കഴിഞ്ഞിട്ട് തീർച്ചയായും ഉറുമ്പാകട്ടെ ചെള്ളാകട്ടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ കുറച്ചൊരു മൂടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിലോ വെച്ച് ഇത് ജസ്റ്റ് ഇതിൽ നിന്ന് അടുത്ത സെൻറ്ററിലൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ചും മതി. ജസ്റ്റ് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെള്ള് നമുക്ക് പോയി കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ ഗ്രാമ്പ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു അവസരം വരാണെങ്കിൽ നമുക്ക് ഉറുമ്പിനെയും ചെള്ളിനെയും കയറിക്കാതിരിക്കാനുള്ള മറ്റൊരു വിദ്യ പറയുന്നത് നമ്മുടെ അരിയാണ് കേട്ടോ. അത് സാധാരണയല്ല, നമ്മുടെ ആ ഒരു അരി, ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ. ഈ അരി ഇതുപോലെ ഇടുകയല്ല ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു തുണി കഷ്ണം എടുത്തതിന് ശേഷം ഇതുപോലെ അതിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് കീയായി കെട്ടാം. ഇതുപോലെ ഒന്ന് കീയായി കെട്ടിയതിന് ശേഷം നമ്മളത് പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഉറുമ്പരിക്കുകയോ ചെള്ളരിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അരിയിലും ഇതുപോലെ ഒരു അവസ്ഥ വരാറുണ്ട്. പ്രത്യേകിച്ച് ചെള്ള് പോലെ പ്രാണികളൊക്കെ അരിയിൽ കയറാറുണ്ട്. അപ്പോൾ അതിന് വേറൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ വറ്റൽമുളകാണ് കേട്ടോ. അതുപോലെയുള്ള ചുവപ്പ് മുളക് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായും നമ്മുടെ അരിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അരി ഉണക്കാനൊക്കെ വെക്കുകയാണെങ്കിൽ, നനഞ്ഞ അരിയൊക്കെ ഉണക്കാൻ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ അരിയിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ഒന്ന് അരിയിൽ ഇട്ട് കൊടുത്താൽ മതി. തീർച്ചയായും ചെള്ളൊന്നും വരില്ല. ഇനി ചെള്ളുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ചെള്ള് ഇറങ്ങിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പ്രാണിയൊക്കെ വരാതിരിക്കാൻ നമുക്ക് അരിയിൽ ഈ ഒരു ടിപ്പ് ചെയ്യാം. പഞ്ചസാരയിൽ നമുക്ക് കുറച്ച് അരി ഇതുപോലെ കീകെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ടിപ്പുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.